എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു മാങ്ങച്ചാറാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു മാങ്ങച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നല്ല പുളിയുള്ള 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി തൊലി കളയാതെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പുളി ഇല്ലാത്ത മാങ്ങ വെച്ച് ഈ ഒരു അച്ചാർ ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് പുളിയുള്ള മാങ്ങ വെച്ച് ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തൊലി കളഞ്ഞിട്ട് അച്ചാർ ഇടുന്നതിനെക്കാട്ടിലും തൊലി കളയാതെ ഇടുന്നതാണ് നല്ലത്. ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, കൂടെ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ എരിവുള്ള സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മാങ്ങയിലേക്ക് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാറ്റി വയ്ക്കാം. ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇനി സമയമില്ലാത്തവർ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നല്ലതുപോലെ ആ ഒരു ഉപ്പും മുളകും എല്ലാം മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നന്നായി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അച്ചാർ പെട്ടെന്ന് കേടായി പോവാതിരിക്കാൻ എണ്ണയിൽ അച്ചാർ ഇടുന്നതായിരിക്കും നല്ലത്. സാധാരണ കോക്കനട്ട് ഓയിൽ ഇടുന്നതിനേക്കാട്ടിലും. വെളിച്ചെണ്ണ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായി ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർക്കാം, 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കശ്മീരി മുളക് പൊടിയാണ്. ഒന്നങ്ങ് ആ ഒരു എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ മാത്രം വെച്ച് കൊടുക്കുക. തീ കൂട്ടിയിടരുത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലതുപോലെ അത് തിളച്ച് വരും. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചൂട് മാത്രം ആ ഒരു മാങ്ങയിലേക്ക് കിട്ടിയാൽ മതി. മാങ്ങ ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ആ ഒരു എണ്ണയുടെ ചൂടിലിരുന്നിട്ട് മാങ്ങ റെഡിയാക്കി കിട്ടിക്കോളും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. സദ്യയുടെയൊക്കെ കൂടെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു അച്ചാർ തയ്യാറാക്കാം, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്